മാസത്തിലെ അബൂ ഹനീഫയുടെ ചെറുപ്പകാലത്ത് ഒരു ഇക്തിവാദിനെ മുട്ടുകുത്തിച്ചില്ലേ ഒരു ഇക്തിവാദി വലിയ സാമർഥ്യമുള്ള പ്രഭാഷകനാണ്. അബൂ ഹനീഫയുടെ ചെറിയ ഒരു ചെറുപ്പക്കാരനാണ്. അവരെ നാട്ടിൽ പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 3 ചോദ്യമുണ്ട്. ഈ 3 ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങളുടെ നാട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ, വെല്ലുവിളി. അബൂ ഹനീഫ എല്ലാവരും മാറി നാളെ ആ 3 ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ഇക്തിവാദി സ്റ്റേജിൽ കയറി മറുപടി പറഞ്ഞ അബൂ ഹനീഫയുടെ ചെറുപ്പക്കാരൻ താഴെ. ഇക്തിവാദിന്റെ 1ാമത്തെ ചോദ്യം, പടച്ചോനുണ്ടോ? ഉണ്ട്. പടച്ചോന്റെ മുമ്പ് ആരാ? അതാ 1ാമത്തെ ചോദ്യം. അള്ളാന്റെ മുമ്പ് ആരാണ്? കഴിഞ്ഞ ചോദ്യമാണല്ലോ. നിങ്ങളിനൊക്കെ സംശയിച്ചിട്ടുണ്ടാവും നമ്മളെ കഥ പത്രത്തിൽ. അള്ളാന്റെ മുമ്പ് ചോദ്യം 1. ചോദ്യം 2, അള്ളാന്റെ മുഖം എവിടുക്കാം, കൈ എവിടുക്കാണ്, കാലെവിടുക്കാം? ചോദ്യം 3, അള്ളാന്റെ ഇപ്പത്തെ പണി എന്താണ്? ഞാൻ പറയാൻ അബൂ ഹനീഫ വഫാത്തായ ഈ മാസത്തിനാണ്, അവർ ഓർക്കാൻ വേണ്ടിയാണ്. 3 ചോദ്യം നിങ്ങൾ എന്ത് പറയും? എന്നാലും ഇനി മറുപടിയാണ് പറയുന്നത്. എന്തൊക്കെ 3 ചോദ്യം ഒന്ന് പറയും. ഇത് വണ്ടി ഒന്നല്ല. ഒന്ന് പറയും. അള്ളാന്റെ മുമ്പാരെന്നല്ല, അള്ളാന്റെ മുന്നേ ആരാണ്? അള്ളാന്റെ മുമ്പാരെന്ന് നമ്മൾ കൂട്ടി പറയുമ്പോൾ പിന്നെ മുൻഭാഗം വരും. അള്ളാന്റെ മുന്നേ ആരാണ്? മനസ്സിലായി? 2. 4 ഈ ചെറിയ കുട്ടി പറഞ്ഞല്ലോ. 2 കൈയും 4 മുഖം എടുക്കാണ്. 3 ഇനി മറുപടി കേട്ടോളി. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് എണ്ണ അറിയോ? 10 മുതൽ ഒന്ന് താഴോട്ട് എനിക്ക്. 9 8 7 6 5 4 3 2 1. എന്റെ 1ന്റെ അപ്പുറത്താരാ? 1 കഴിഞ്ഞിട്ടെന്താ ഉണ്ടാക്കുക? 1ന്റെ മേലെ പിന്നെ ഇല്ലാതെ. എന്നാ അള്ളാഹു ഒരുവനാണ്, അതിന്റെ മേലെ ആരുമില്ല. എന്താ പറയുന്നത്? ഇനി 2ാമത്തെ ചോദ്യം എന്താ? അള്ളാന്റെ മുഖം കൈയും കാലം എടുക്കാൻ. അതിൽ അബൂ ഹനീഫ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ വിളക്കിന്റെ മുഖം എങ്ങോട്ടാണ്? ഇതിന്റെ കൈകാലുകൾ എങ്ങോട്ടാണ്? യുക്തിവാദി ഉത്തരം മുട്ടുകയാണ്. ആ സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു ആയത്ത് ഉദ്ധരിച്ചു, അല്ലാഹു നൂറു സമാവാതി വൽ അർളി, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശം തന്നെ. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞോട്ടോ. 100 എന്ന് പറഞ്ഞാൽ മുനഫിറാന്നുള്ള അഭിപ്രായമുണ്ട്, ദലീലാന്നുള്ള ആകട്ടെ. 100 എന്നാണ് പറഞ്ഞത്. അപ്പൊ 100ന്റെ മുഖവും കയ്യും കാലും ഓർക്കണ്ട.